പശ്ചിമേഷ്യൻ യുദ്ധം വീണ്ടും രൂക്ഷമാകുമ്പോൾ പ്രതികാര മനോഭാവത്തോടെ ആക്രമണം നടത്തുന്ന ഇറാനെയാണ് ലോകം കാണുന്നത്. ഇറാൻ യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വധിച്ചിരുന്നു. പിന്നെയും 3 മാസത്തോളം യുദ്ധം തുടർന്നുവെങ്കിലും പക ഉള്ളിൽ സൂക്ഷിക്കുകയായിരുന്നു ഇറാൻ. ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാരം നടന്നതോടെ ആ വികാരം അണപൊട്ടി ഒഴുകി. സംസ്കാര ചടങ്ങുകൾ നടന്ന ദിവസങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് മരണം എന്ന മുദ്രാവാക്യം വിളികളും ബാനറുകളും ടെഹ്റാന്റെ നിരത്തുകളിൽ നിറഞ്ഞിരുന്നു. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ലോക നേതാക്കൾ പങ്കെടുത്ത സംസ്കാര ചടങ്ങുകൾ ഇറാന്റെ ആത്മവീര്യം വർദ്ധിപ്പിച്ചു. ആയത്തുള്ള അലി ഖമനിയെ അധിക്ഷേപിച്ചും ഖമനയ്ക്ക് വേണ്ടി കരഞ്ഞ സ്ത്രീകളെ ഉൾപ്പെടെ പരിഹസിക്കുകയും ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ പ്രതികാരാഗ്നിയെ ആളിക്കത്തിക്കുകയും ചെയ്തു. യുദ്ധം വീണ്ടും തുടങ്ങിയതോടെ ആ രോഷം തെരുവുകളിൽ പോസ്റ്ററായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ടെഹ്റാൻ നഗരമധ്യത്തിൽ അമേരിക്കൻ പതാക പുതപ്പിച്ച ശവപ്പെട്ടികൾക്ക് മുകളിലായി ട്രംപിന്റെയും കുടുംബാംഗങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ വലിയ ബാനർ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടു. കത്തുന്ന വൈറ്റ് ഹൗസ് പശ്ചാത്തലമായുള്ള ബാനറിൽ US പ്രസിഡന്റിനൊപ്പം അദ്ദേഹത്തിന്റെ 5 മക്കളായ ഇവാങ്ക, ഡോൺ ജൂനിയർ, എറിക്, ടിഫാനി, വാരൻ ട്രംപ് എന്നിവരും ട്രംപിന്റെ ഭാര്യ മെലാനിയ ട്രംപും ഉൾപ്പെടുന്നു. പേർഷ്യൻ ഭാഷയിൽ രക്തത്തിന് പകരം രക്തം എന്ന മുദ്രാവാക്യവും ആലേഖനം ചെയ്തിട്ടുണ്ട് ആ ബാനറിൽ. US പ്രസിഡന്റിനെതിരെ ഇറാൻ ഒരു ബിൽബോർഡിലൂടെ ഭീഷണി മുഴക്കുന്ന രണ്ടാമത്തെ സംഭവമാണ് ഇത്. നേരത്തെ ടെഹ്റാൻ നഗരത്തിലെ ഇൻഖിലാബ് സ്ക്വയറിൽ US പ്രസിഡന്റ് ശവപ്പെട്ടിക്കുള്ളിൽ കിടക്കുന്നതായി ചിത്രീകരിക്കുന്ന മറ്റൊരു കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചിരുന്നു. രാഷ്ട്രീയ ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധിയായി ഇറാൻ വളരെ കാലമായി പൊതുസ്ഥലങ്ങളെ ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്നാൽ ഫെബ്രുവരി അവസാനത്തോടെ US ഇസ്രായേൽ സേനകൾക്കെതിരായ യുദ്ധം ആരംഭിച്ചതു മുതൽ ടെഹ്റാനിലെ ഏറ്റവും തിരക്കേറിയതും ശ്രദ്ധേയവുമായ ചില ഭാഗങ്ങളിൽ വലിയ ബോർഡുകൾ കാണപ്പെടുന്നുണ്ട്. പ്രത്യയശാസ്ത്രപരമായ സന്ദേശങ്ങളാണ് ഏറെയും കാണുന്നത്. തന്റെ പിതാവിന്റെ വധത്തിനുള്ള പ്രതികാരം തീർച്ചയായും നടപ്പിലാക്കുമെന്നും അതിന് ഉത്തരവാദികളായവർ തങ്ങളുടെ കിടക്കയിൽ സമാധാനപരമായി മരിക്കില്ല എന്നും ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. തന്റെയോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ സാന്നിധ്യത്തെ ആശ്രയിച്ചല്ല ഈ നടപടിയെന്ന് അവർ അറിഞ്ഞിരിക്കണമെന്നും മുജ്തബ തന്റെ ടെലഗ്രാം ചാനലിൽ കുറിച്ചിരുന്നു. പരമോന്നത നേതാവിന്റെ വധത്തെ തുടർന്ന് പ്രതികാരം ചെയ്യണമെന്ന് ഇറാനി നേതാക്കളും ഔദ്യോഗിക മാധ്യമങ്ങളും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനിടയിലാണ് ഇറാൻ ഭരണ നേതൃത്വത്തിൽ കടുത്ത ഭിന്നത ഉടലെടുത്തതായി ആഗോള മാധ്യമമായ CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളിൽ ഇറാൻ ഭരണ നേതൃത്വത്തിനെതിരായ മുദ്രാവാക്യങ്ങളും ഉയർന്നതായി CNN പറയുന്നു. അമേരിക്കയുമായി ഇറാൻ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ മതനേതാക്കളിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. ഭൂരിപക്ഷം ജനങ്ങൾക്കും ഇതേ വികാരമാണ് എന്ന് തീവ്ര മതനേതാക്കൾ കരുതുന്നുണ്ട്. ഭരണതലത്തിൽ അട്ടിമറിയുണ്ടാകുമെന്ന് ഇറാനിലെ കടുത്ത നിലപാടുകാർ മുന്നറിയിപ്പ് നൽകിയെന്നും CNN റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ആഴ്ച ടെഹ്റാനിൽ പരമോന്നത നേതാവ് അലി ഖമനിയുടെ ശവപേടകത്തിനൊപ്പം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നടക്കുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ച ചില വിലാപയാത്രക്കാർ അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചുവെന്നാണ് CNNന്റെ അവകാശവാദം. വിട്ടുവീഴ്ചക്കാരന് മരണം എന്നായിരുന്നത്രേ മുദ്രാവാക്യം. ട്രംപ് ഭരണകൂടവുമായി വെടിനിർത്തൽ കരാറിന് വഴിയൊരുക്കിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിക്ക് ആൾക്കൂട്ടത്തിന്റെ രൂക്ഷ പ്രതികരണത്തെ തുടർന്ന് സംസ്കാര ചടങ്ങുകളിൽ നിന്ന് മാറേണ്ടി വന്നു. രാജ്യദ്രോഹിയെന്നും ഒറ്റിക്കൊടുത്തവൻ എന്നുമുള്ള മുദ്രാവാക്യങ്ങൾക്കിടെ അരാച്ചിക്ക് നേരെ കല്ലേറുണ്ടായി എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംസ്കാര ചടങ്ങിനിടെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന രോഷം തീവ്രപക്ഷക്കാർക്കിടെ മാസങ്ങളായി പ്രചാരത്തിലുള്ള അതൃപ്തിയുടെ പ്രതിഫലനമാണത്രേ. അമേരിക്കയുമായുള്ള കരാറിൽ ഒപ്പുവെച്ച നേതാക്കൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനും അതിന്റെ വിപ്ലവ ആദർശങ്ങൾക്കുമെതിരെ ഒരു മൃദു അട്ടിമറി നടത്തുന്നതായി ഇവർ വിശ്വസിക്കുന്നു. പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി ജീവഭയം മൂലമോ ശാരീരികമായി അവശനായതുകൊണ്ടോ പൊതുവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇവർ മുതലെടുത്തു എന്നാണ് തീവ്രപക്ഷക്കാരുടെ നിഗമനമെന്നാണ് CNNന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രേക്ഷകരോടായി വീണ്ടും പറയുന്നു, ഇത് CNNന്റെ റിപ്പോർട്ടാണ്. മറ്റ് യൂട്യൂബ് ചാനലുകാർ ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് പലതരത്തിലുള്ള വിലയിരുത്തൽ നടത്താൻ കഴിയില്ല. 10-20 വർഷത്തോളമായി മറ്റ് ചാനലുകളിൽ ജോലി ചെയ്തവരാണ് ഞാനും എന്നോടൊപ്പമുള്ള എഡിറ്റോറിയൽ ടീമും. മലയാളത്തിലെ അല്ലെങ്കിൽ ദേശീയ പത്ര TV ചാനലുകൾ ആശ്രയിക്കുന്ന ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ടിനനുസരിച്ച് മാത്രമാണ് ഞങ്ങൾ അവലോകനം തയ്യാറാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വിമർശിക്കാം. മറ്റ് യൂട്യൂബേഴ്സിനെ പോലെ ചെയ്യുന്നതല്ല മാധ്യമപ്രവർത്തനം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസികളുടെ വാർത്തകളെ അടിസ്ഥാനമാക്കിയുള്ള അവലോകനങ്ങൾ മാത്രം നൽകുന്നത്.
ആയത്തുള്ള അലി ഖമനിയുടെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്ത കടുത്ത നിലപാടുള്ള വിഭാഗങ്ങൾ വിശ്വസിക്കുന്നത് ഖമനയുടെ വധത്തിന് പ്രതികാരം ചെയ്യുന്നതിന് പകരം ഇറാനിയൻ ഉദ്യോഗസ്ഥർ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയെന്നാണ്. അന്തരിച്ച നേതാവിന്റെ മകനും പിൻഗാമിയുമായ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടെ നിർദ്ദേശങ്ങളെ ലംഘിക്കുന്ന ഒരു കരാറിലാണ് അവർ ഒപ്പുവെച്ചത് എന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ ഖമനിയുടെ പേരിലാണ് ചർച്ചകൾ നടത്തിയത്. പക്ഷേ മുജ്തബ ഖമനി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയോ രാജ്യത്തെ നേരിട്ട് അഭിസംബോധന ചെയ്യുകയോ തന്റെ അധികാരം പ്രകടമായി ഉറപ്പിക്കുകയോ ചെയ്യാതെ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഖമനയി ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ നയിക്കുകയും പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന ഇറാനിലെ നേതൃത്വം അധികാരമുറപ്പിക്കാൻ ഗൂഢനീക്കങ്ങൾ നടത്തുന്നതായി കടുത്ത നിലപാടുകാർ ആരോപിക്കുന്നു. പാർലമെന്റ് നിർത്തിവെക്കുക, ചർച്ചകളിൽ ഖമനയുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കുക, മൗലികവാദികൾക്ക് ശക്തമായ ഒരു അടിത്തറയായി മാറിയ രാത്രികാല തെരുവ് റാലികളെ പിരിച്ചുവിടാൻ ശ്രമിക്കുക എന്നിവ ഈ നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് അവർ ആരോപിക്കുന്നു. ഇറാനിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ്: ഒരു അട്ടിമറി നടക്കാൻ പോകുകയാണോ എന്ന് നിയമനിർമ്മാതാവ് മഹ്മൂദ് നബാവിയാൻ സമൂഹമാധ്യമമായ എക്സിൽ ചോദിച്ചിരുന്നു. ഖമനയുടെ സംസ്കാര ചടങ്ങിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഇതിന് ദിവസങ്ങൾക്ക് ശേഷം രക്തസാക്ഷിയായ ഖമനിയെ വിട പറയുന്ന ഈ നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന പ്രതിജ്ഞ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അട്ടിമറിക്കെതിരെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നും എക്സിൽ കുറിച്ചതാണ്. ഇതിന് പിന്നാലെ കരാറിനെ വിമർശിച്ച മറ്റൊരു എംപിക്കൊപ്പം നവാബിയാനെ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ കമ്മീഷനിലെ സ്ഥാനത്ത് നിന്ന് നീക്കി. കരാർ ഒപ്പുവെക്കുന്നതിന് മുൻപ് അതിന്റെ ഉള്ളടക്കം മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തത് നബാവിയാൻ ആയിരുന്നു. അതുവഴി കരാർ അട്ടിമറിക്കാനാണ് ശ്രമിച്ചത്. പിന്നീട് ചർച്ചകൾക്കെതിരെ തിരിയുകയും ചെയ്ത ഇറാനിയൻ ചർച്ചാ സംഘാംഗമായിരുന്നു നബാവിയാൻ. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാൻ സംഘം മുജ്തബ നിശ്ചയിച്ചിരുന്ന കർശനമായ നിബന്ധനകൾ ലംഘിക്കുന്നുണ്ട് എന്നും നബാവിയാൻ അവകാശപ്പെട്ടിരുന്നു. ഇതൊക്കെയാണ് നബാവിയാന്റെ സ്ഥാനചലനത്തിന് കാരണമെന്ന് CNN ചൂണ്ടിക്കാട്ടുന്നു. മുജ്തബയുടെ അഭാവത്തിൽ മുഖ്യ ചർച്ചാ പ്രതിനിധിയായ മുഹമ്മദ് ബാഗർ ഗാലിഗാഫ്, പെസഷ്കിയാൻ, അബ്ബാസ് അരാക്ചി എന്നിവർ ഇറാനിലെ ഏറ്റവും പ്രമുഖരായി മാറിയതും മതനേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മതനേതാക്കൾക്ക് പരാതിയുമായി പുതിയ പരമോന്നത നേതാവിനെ നേരിട്ട് സമീപിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഗാലിബാഫിന്റെയും അരാക്ചിയുടെയും പ്രവർത്തനങ്ങളിൽ അതൃപ്തരായ കടുത്ത നിലപാടുകാർ ഇവർക്കെതിരെ അട്ടിമറി ഗൂഢാലോചന ആരോപണം ഉയർത്തുന്നു. US ആസ്ഥാനമായുള്ള ഇറാൻ വിദഗ്ധനും വാട്ട് ഇറാനിയൻസ് വാണ്ട് എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ അരാഷ് അസീസിയാണ് CNN ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനിലുടനീളം യുദ്ധകാല ഐക്യത്തിനായുള്ള വ്യാപകമായ ആഹ്വാനങ്ങൾക്കിടയിലും ആയത്തുള്ള അലി ഖമനിയുടെ വിപുലമായ സംസ്കാര ചടങ്ങുകൾ ഇറാനിലെ കടുത്ത നിലപാടുകാരുടെ ശക്തിപ്രകടന വേദിയായി മാറിയിരുന്നു. അമേരിക്കയുമായി വീണ്ടും യുദ്ധം ചെയ്ത് തങ്ങളുടെ നേതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്നും ട്രംപുമായുള്ള ഏതൊരു കരാറിനെയും തള്ളിക്കളയുന്നതായി പ്രഖ്യാപിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ ആഗ്രഹം ഇപ്പോൾ സഫലമായിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി റവല്യൂഷണറി ഗാർഡ്സ് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ദുർബലമായ വെടിനിർത്തൽ കരാർ തകർന്നു. അമേരിക്കയുമായി കരാറിൽ ഒപ്പുവെച്ച നേതാക്കൾക്കെതിരെ കോപം തിരിക്കുകയാണ് കടുത്ത നിലപാടുള്ളവർ. മിസ്റ്റർ പ്രസിഡന്റ്, നേതാവിന്റെ വ്യവസ്ഥകൾ നിങ്ങളുടെ മേൽ നരകം കൊണ്ടുവരുമെന്നാണ് ഇറാൻ പ്രസിഡന്റിനെതിരെ മുഹമ്മദ് അലി ബക്ഷി എന്ന മതഗായകന്റെ മുന്നറിയിപ്പ്. പെസഷ്കിയാൻ ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥനാണെന്ന് പറയാം. പക്ഷേ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാനെ പ്രതിനിധീകരിക്കുന്ന പ്രധാന ചർച്ചാ വിദഗ്ധനും മുൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡറുമായ ഗാലിബാഫിനെയും തീവ്രപക്ഷക്കാർ സംശയത്തോടെയാണ് നോക്കുന്നത്. യുദ്ധകാല കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ദേശീയ സുരക്ഷാ ഉന്നത സമിതിയുടെ പങ്ക് വർദ്ധിപ്പിക്കാനും എന്നാൽ പരമോന്നത നേതാവിന്റെയും പാർലമെന്റിന്റെയും പങ്ക് കുറയ്ക്കാനുമാണ് ഗാലിബാഫ് ശ്രമിക്കുന്നത് എന്ന് അവർ ആരോപിക്കുന്നു. കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന പാർലമെന്റ് അംഗമായ കാമ്രാൻ ഗസൻഫാരിയുടെ പ്രസ്താവന ഇതൊരു രാഷ്ട്രീയ അട്ടിമറിയാണ് എന്നും അവർ അത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്നു എന്നുമാണ്. ഇറാനിൽ ഗുരുതരമായ ആഭ്യന്തര ഭിന്നതകൾ ഉണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ശരിയാണ് എന്ന് CNN ചൂണ്ടിക്കാട്ടുന്നു. കരാറിലെത്താൻ തടസ്സമാകുന്നത് ഈ ഭിന്നതയാണ് എന്നും ട്രംപ് പറഞ്ഞതാണ്. പ്രകടമായ ഭിന്നതകൾ ഉണ്ടെങ്കിലും ഉപരോധങ്ങളിൽ ഇളവ് നേടുക, ഹോർമൂസ് കടലിടുക്കിലുള്ള ടെഹ്റാനിന്റെ നിയന്ത്രണം നിലനിർത്തുക എന്നീ പ്രധാന ലക്ഷ്യങ്ങൾക്കായി ഭരണകൂടം ഒറ്റക്കെട്ടായി തന്നെ നിലകൊള്ളുന്നുവെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഖമനിയുടെ തുടർച്ചയായ അസാന്നിധ്യം, വെടിനിർത്തൽ കരാറിനുള്ള മുജ്തബ ഖമനിയുടെ ഉപാധികളോടെയുള്ള പിന്തുണ, IRGCയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം, ആയത്തുള്ള ഖമനിയുടെ സംസ്കാര ചടങ്ങിലെ വൻ ജനപങ്കാളിത്തം എന്നിവ കടുത്ത നിലപാടുകാർക്ക് കരുത്തു പകർന്നിട്ടുണ്ട്. US-നും ഇസ്രായേലിനുമെതിരായ യുദ്ധം തുടരുന്നതിനായുള്ള തങ്ങളുടെ ആക്രമണാത്മക അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനിടെ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ F-16, F-35 യുദ്ധവിമാനങ്ങളും ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും അയച്ചിരിക്കുകയാണ്. വൈറ്റ് ഹൗസിൽ നടന്ന യോഗത്തിൽ പുതിയ സൈനിക പദ്ധതികൾ ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വിന്യാസം.
ഇറാന്റെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇസ്രയേലും സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ടെൽ അവീവിന് സമീപമുള്ള ബെൻ ഗുറിയൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 30ഓളം റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റുകളുണ്ട്. ഇസ്രയേലിന്റെ തെക്ക് ഭാഗത്തുള്ള റാമോൺ വിമാനത്താവളത്തിലും ഇത്രയും വിമാനങ്ങളാണ് ഉള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ വിന്യസിക്കാൻ അമേരിക്ക തയ്യാറായേക്കുമെന്നാണ് ഇസ്രയേലി ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്.